പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജീവനറ്റ ചേതനയേറ്റ അവരുടെ ശരീരങ്ങൾ കൊണ്ടുവരുന്നതും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത്യന്തം സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ഈ നാടാകെ ദുഃഖത്തിലേക്ക് പോകുന്ന വലിയ ദാരുണമായ അപകട വാർത്ത ഉറ്റവരെയും നമ്മളെപ്പോലെ ഈ വാർത്ത കാണുന്ന എല്ലാവരെയും ഒക്കെ തേടി വന്നിരിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ആ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് അവിടെ കണ്ണൻ നായരുണ്ട്. കണ്ണൻ, നാടിനെ നടുക്കിയ അതിദാരുണമായ ഒരു സംഭവമാണ്. വേദനയോടെ അല്ലാതെ കണ്ടു നിൽക്കാനാകില്ല. ഇപ്പോൾ എന്താണ് ഏറ്റവും ലഭ്യമാകുന്ന പുതിയ വിവരം? ജയലക്ഷ്മി, ഹൃദയഭേദകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. മത്തായി ഈപ്പൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അത് തിരിച്ച് ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ആംബുലൻസിൽ എത്തിയ ശേഷം അത് മോർച്ചറിയിലേക്ക് മാറ്റാനാണ്, അദ്ദേഹത്തെ മോർച്ചറിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ, അയൽവാസികളൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ നിറകണ്ണുകളോടുകൂടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. വലിയ സന്തോഷത്തോടു കൂടി മധുവിധ് കഴിഞ്ഞ് മകനും മരുമകളും തിരിച്ചെത്തിയ സമയത്ത് വിളിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സന്തോഷത്തോടു കൂടി പോയതാണ്. അവിടെ നിന്ന് ജയലക്ഷ്മിക്ക് അറിയാമല്ലോ, അവിടെ നിന്ന് 7-8 കിലോമീറ്റർ മാത്രമാണ് ഇവരുടെ മലശ്ശേരിയിലെ വീട്ടിലേക്ക് വരാനുള്ളത്. പെട്ടെന്ന് എങ്ങനെയും വീട്ടിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാഹനം ഓടിച്ച് വന്നതാണ്. അപ്രതീക്ഷിതമായി ആ വാഹനം ഒരു ദുരന്തമായി മാറുകയും അപകടമുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റുന്നു. അത് നേരെ മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം പല ബന്ധുക്കളും എത്താറുണ്ട്. വിദേശത്താണ് പല ബന്ധുക്കളുമുള്ളത്. അവരെയൊക്കെ തന്നെ ഉടൻ തന്നെ എത്തിയ ശേഷം മാത്രമായിരിക്കും ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിനൊക്കെ സംസ്കരിക്കുന്നതിനൊക്കെ കാര്യങ്ങൾ പോവുക. നിറകണ്ണുകളോടുകൂടിയാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ, ഒട്ടേറെ ആൾക്കാർ ഒക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. ബന്ധുവാണ് സംസ്കാരം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ബന്ധുക്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എന്നത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും? ഒരേ ദിവസം തന്നെയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ബന്ധുക്കൾ അത്തരം കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്താനുള്ളൊരു സമയമായി വരുന്നതേ ഉള്ളൂ. എങ്കിലും അത്തരം കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? രതീഷ്, ഇപ്പോൾ ഈ മത്തായിപ്പൻ്റെ സിസ്റ്ററിൻ്റെ ബ്രദറാണ്. മത്തായിപ്പൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്, അളിയനാണ്. പിന്നെ മത്തായിപ്പൻ്റെ ബ്രദറാണ് ഇത്, മോൻ ബ്രദറാണിത്. പിന്നെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമായോ? വേണ്ട, മോള് വരാനുണ്ട്, മോളും ഫാമിലിയും കൂടി ഇന്ന് വന്നതിന് ശേഷം നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. ഒരു 15 ദിവസമായുള്ളൂ വിവാഹം. 15 ദിവസം ഒരു ആഘോഷം നടന്ന വീട്ടിൽ അതേപോലെ തന്നെ ഒരു വലിയ ദുഃഖം. ഒരേ പള്ളിയിൽ കല്യാണം നടന്നു, ഒരേ പള്ളിയിൽ 4 പേരുടെ സംസ്കാരം. 16 ദിവസമേ ആയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ പറയണം, അങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പറയാൻ സാധിക്കുന്നില്ല. കാര്യം അത്രയും വികാര നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കണ്ടില്ലേ, അവർക്ക് നിറകണ്ണുകളോട് കൂടിയാണ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ മത്തായിപ്പൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, ഒരാൾ സ്വന്തം സഹോദരനാണ്. അവർക്കൊക്കെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല. 16 ദിവസം മാത്രമേ ആയിട്ടുള്ളൊരു മംഗളകർമ്മം നടന്നിട്ട് ആ നാടൊന്നാകെ, ഞാൻ ആ വീട്ടിൽ പോയതാണ്, ആ നാടൊന്നാകെ വലിയ ആഘോഷമാക്കി നടത്തിയ ഒരു വിവാഹമായിരുന്നു അതും. കാര്യം രണ്ടുപേരും ഒരേ ഇടവകയിലാണ്. കൊച്ചുനാൾ മുതൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ തന്നെ നിഖിലിനെ ആയാലും അനുവിനെ ആയാലും കൊച്ചു ചെറുപ്പകാലം മുതൽ കാണുന്നവരാണ്. അവരൊക്കെ തന്നെ ഈ നാട്ടിൽ കളിച്ചു വളർന്ന സമയത്തൊക്കെ തന്നെ എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നവരാണ്. ഇടവകയിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും ഒരേ കുടുംബം പോലെ തന്നെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഒരു ദുരന്ത വാർത്ത എത്തിയിരിക്കുന്നത്. കാര്യം അവരുടെ ഒരു കുടുംബാംഗത്തെ നഷ്ടമായതിന് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ഇന്ന് സംസ്കാരം എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുക. കാരണം അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ കൂടുതലായും വിദേശത്താണുള്ളത്. ഇപ്പോൾ പത്തനംതിട്ട RTOയുമായി അല്പസമയം മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകടത്തിന് കാരണം. ഇന്ന് 11 മണിയോടുകൂടി പത്തനംതിട്ട RTO അൻസാരി അവിടേക്ക് എത്തി അവിടുത്തെ റോഡും അതുപോലെ തന്നെ ഈ വാഹനവും പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി AMIമാരും അതുപോലെ തന്നെ MBIമാരും അവിടെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയൊക്കെ തന്നെ ഇത് ഡ്രൈവറുടെ ഒരു അശ്രദ്ധയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്.